എഡിറ്റിംഗ് ശോകം പ്രഭാസ് പിന്നെയും കുഴപ്പമില്ല. ബാക്കി വിഷ്ണു മഞ്ജുവിന്റെ റോള് പ്രഭാസ് ചെയ്തിട്ട് ആ പ്രഭാസിന്റെ റോള് വിഷ്ണു മഞ്ജുവിന് കൊടുത്താൽ മതിയെന്ന്. കാരണം ശോകമാണ് ബ്രോ. ഒട്ടും ഞാൻ പ്രതീക്ഷ കുറച്ചുപോലും ഇല്ലായിരുന്നു. ഒരു രക്ഷയില്ല, കാണാണ്ടിരിക്കാൻ പെട്ടെന്ന് പറയും. ലാലേട്ടന്റെ ഫസ്റ്റ് ഹാഫിലെ ഇന്റർവെൽ സീനിലാണ് വരുന്നത്. ഒരു കുഴപ്പമില്ല, ആ സീൻ മാത്രം ഒരു ഇമ്പാക്ട് എന്ന് പറയാനൊന്നുമില്ല. ഭക്തി ഓവർ ഭക്തിയല്ല, ഒരു കഥ തന്നെയല്ലേ, അവിടെ നടന്ന കഥ തന്നെ കാണിക്കുന്നു. ഇനി ഒരു കുഞ്ഞിന് പോലും ഈ ഗ്രാമത്തിൽ അപകടം സംഭവിക്കില്ല. ഇതെന്റെ വാക്ക്, തിന്നെന്റെ വാക്ക്. ഒന്നുമില്ല, കാണാനൊന്നുമില്ല. ലാലേട്ടൻ്റെ ഒരു 5 മിനിറ്റ് കുഴപ്പമില്ലാണ്ട് സഹിക്കാം, ബാക്കിയൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. പ്രഭാസിന്റെ റോളൊക്കെ ആകെ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കുറച്ച് ബെയറബിൾ ആയിട്ടുള്ളത്, അല്ലാണ്ട് നടക്കൂല. ബാക്കി അക്ഷയകുമാറൊക്കെയോ അയ്യോ ഒന്നും പറയണ്ട. പ്രഭാസിനെ ഒക്കെ എന്തോ ആക്കി വെച്ചിരിക്കുകയാണ്. ലാലപ്പന് ഭയങ്കര ശോകമാണ്, ഭയങ്കര നായകനൊക്കെ ചിരിക്കുകയാണ്, തിയേറ്റർ പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ കേരളത്തിൽ അധികം തോന്നുന്നില്ല. ലാലേട്ടൻ്റെ വരവൊക്കെ നല്ല അടിപൊളിയാണ്. ഏറ്റവും ഇതിനകത്ത് ഈ സിനിമയുടെ എടുത്ത് പറയേണ്ട ഒരു ഗ്രാഫിക്സും വിഷ്വലും ഒക്കെയാണ് അതെനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ളത്. അസ്ത്രവിദ്യയിൽ നിന്നേക്കാൾ കേമനുണ്ടെന്നറിഞ്ഞ് സഹിക്കാൻ കഴിയാതെ അവന്റെ തള്ളവിരൽ ഛേദിപ്പിച്ചത് നീയല്ലേ? പൊയ്ക്കോളവിടുന്ന്, വേഗം പൊയ്ക്കോ. ലാലേട്ടന്റെ ഒരു പ്രസൻസ് എങ്ങനെയുണ്ട്? ഗസ്റ്റ് റോൾ അത് മാത്രമാണ് പിന്നെയും ഭേദമായിട്ടുള്ളത്, അത് മാത്രമാണ്. അല്ലാണ്ട് നോക്കിയാ മൊത്തത്തില് മോശം. ഊക്കിനുള്ളതുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഭക്തിയാണ് വലുത്, ഭക്തി ഉണ്ടെങ്കിലേ ശക്തിയുള്ളൂ, അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ലാലേട്ടനെ വെറുതെ നല്ല ഊക്കം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നല്ലുണ്ട്. വേറെ ഈ പടം ബോക്സ് ഓഫീസിൽ വിജയിക്കാൻ സംശയമുണ്ട്. ഒരു ആത്മീയത ഇഷ്ടപ്പെടും, സ്പിരിച്വലായ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ടെങ്കിൽ ചിലപ്പോൾ ലാലേട്ടൻ ആ പടം ചെയ്യാൻ കാരണം ലാലേട്ടൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്. പുള്ളി ഇപ്പോൾ സംരംഭത്തിലായാലും കായങ്ങൾ കൊച്ചുവിനെ ആയാലും ആ ക്യാമിയ റോൾ നന്നായി ചെയ്യുന്നത്. രുദ്ര നായകന് ഒരു ബിൽഡപ്പ് കൊടുക്കേണ്ട ഒരു ശബ്ദ ഗാംഭീര്യല്ലേ, അത് എന്തിനാ പോലെ ആയിപ്പോയി. കൊച്ചു ബ്രാഹ്മന്റെ സൗണ്ട് പോലെ ആയിപ്പോയി നായകനെ ഡബ് ചെയ്തത്. അത് ഈ പടത്തിനെ തുലച്ചതെന്ന് പറഞ്ഞാൽ ഡബ് ചെയ്ത് തുലച്ചത് മലയാളത്തിൽ. വേറൊരു പേര് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അലൻ ജോസ് പെരേരയുടെ അതായത് ഷോർട്ട് ഫിലിം ഇല്ലേ, അതിന് ഇതിലും നിലവാരമുണ്ട്. പൊട്ട സിനിമയാണ് ഇത്. ലാലേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം അഭിനയിക്കാൻ പാടില്ലെന്ന് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഞാൻ കാല് പിടിച്ചു പറയണം ലാലേട്ടനോട്.